എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്. അത് വിചാരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വീഡിയോ ഇന്ന് തിങ്കളാഴ്ച ഞാൻ എടുത്താലും ഇന്ന് 8-ാം തീയതി, പക്ഷേ ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത് അടുത്ത 15-ാം തീയതി, വരുന്ന 15-ാം തീയതിക്കാണ്, അടുത്ത തിങ്കളാഴ്ചയ്ക്കാണ്. എന്താ വെച്ചാൽ എപ്പോഴും ഞാനൊരു 2-3 വീഡിയോസ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും. അപ്പോഴേ എനിക്ക് വെളിയിലൊക്കെ പോകാനൊരു ഫ്രീഡം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നത്, എന്നാലും ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് തന്നെ ഒരു ദൈവത്തിൻ്റെ വിളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ നാൾ മുമ്പേ കോവിഡിൻ്റെ സമയത്ത് തന്നെ എൻ്റെ മോള് പറഞ്ഞു, അമ്മ എത്രയോ വീഡിയോസ് ഞാൻ നോക്കുന്നു, ഒരുപാട് വീഡിയോസിൽ ഒരു വെയിറ്റ് ഇല്ലാത്ത ഒരു സംസാരമാണ്. അവർക്കേ എന്തോ അവർ പറയുന്നു എന്ന് അറിയാൻ വയ്യ, എന്തൊക്കെയോ പറയുന്നു. ചിലപ്പോൾ സൗണ്ട് ശരിയല്ല, ചിലപ്പോൾ ലൈറ്റ് ശരിയല്ല, എന്തൊക്കെയോ ചിലപ്പോഴൊക്കെ കേൾക്കുമ്പം ബോറടിക്കുന്നു. അമ്മ ഏതെങ്കിലും ഒന്ന് തുടങ്ങണമേ, സ്പിരിച്വലിന് ഇത്രയും ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയി പഠിക്കുന്നല്ലോ, അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അമ്മ നേരെ ചൊവ്വേ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നൊക്കെ അവൾ പറഞ്ഞു. പക്ഷേ അപ്പം ഞാനങ്ങ് തള്ളിക്കളഞ്ഞു. ഞാനും അതിനെക്കുറിച്ച് ഒന്നുമേ ചിന്തിച്ചില്ല. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇപ്പം ഞാനത് അതിന് റെഡിയല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങ് വിട്ടത്. പക്ഷേ ഇപ്പം ഈ ഒരു വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ എന്നെ ഉന്തിത്തള്ളുന്ന പോലെ വീഡിയോ ചെയ്യണം. അതായത് ആളുകൾക്ക്, അതായത് ആരുമല്ല ഉന്തിത്തള്ളിയത്, എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ ഗുരുക്കന്മാർ 2-3 പേര് പറഞ്ഞതാണ്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ആനാപാന മെഡിറ്റേഷൻ പഠിക്കുന്നു, നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് തിരിച്ചും പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ശരി നമുക്കും കുറച്ച് വീഡിയോസ് ഇടാം. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയും എൻ്റെ വീഡിയോയിൽ, ഗുരു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഓക്കെ ആണല്ലോ, അതൊക്കെ ഓക്കെ ചെയ്തോളണം. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ സർവീസ് ചെയ്യണം എന്നുള്ള ടോപ്പിക്ക് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്ക് എത്രയോ രീതിയിൽ സോഷ്യൽ സർവീസ് ചെയ്യാം, അതൊക്കെ ദൈവത്തിന് അടുക്കുന്നതിന് ഒരു വഴിയാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം, കാശ് തന്നെ കൊടുക്കണമെന്നില്ല, ദേഹത്താൽ നമുക്ക് സഹായിക്കാം, മനസ്സുകൊണ്ട് സഹായിക്കാം. ഈ കാലത്ത് യൂട്യൂബുണ്ട്, നിങ്ങൾക്ക് വീഡിയോസ് മുഖാന്തരം നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പം അതിനുമുമ്പേ ഞാൻ തുടങ്ങുകയും ചെയ്തു. അപ്പം എനിക്ക് വേണ്ടി പറയുന്ന പോലെ തോന്നി. അതുമാത്രമല്ല, ഞാനിങ്ങനെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേ കൈലാഷ് ചാനൽ, സ്പിരിച്വാലിറ്റിയെ പറ്റി മാത്രമേ ഞാൻ പറയത്തുള്ളൂ, അത് കൈലാഷ് ചാനലായിരിക്കണം അതിൻ്റെ പേര്. അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. കൈലാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടാനുള്ള ഒരു വഴി. മുക്തി കിട്ടുമ്പം നമ്മൾ പോയി ചേരുന്ന സ്ഥലമാണ് കൈലാഷ് മല എന്നൊക്കെ എൻ്റെ ഒരു ധാരണയാണ്. അപ്പം അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മൾ ചാനൽ തുടങ്ങി അതിൻ്റെ പേരും കൈലാഷ് എന്ന് വേണം ഇടാൻ എന്നൊക്കെ. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ പേര് മാനസരോവർ എന്നാണ്. എൻ്റെ വീട് വെച്ച് ഇപ്പം 10 വർഷമായി. അപ്പം ഞാൻ എൻ്റെ KVSAPയിൽ പ്രിൻസിപ്പളായിട്ടിരുന്നപ്പം ഒരു സ്കൂൾ മാഗസീൻ്റെ ഫ്രണ്ട് കവർ പേജ് മൗണ്ട് കൈലാഷാണ് ഞാൻ ഇട്ടത്, മൗണ്ട് കൈലാഷ് വിത്ത് മാനസരോവർ. അപ്പം അതൊക്കെ എപ്പോഴേ എന്നെ ആകർഷിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്കവിടെ പോകാൻ പറ്റുന്നില്ല. 2-3 പ്രാവശ്യം ഞാൻ പൈസയൊക്കെ അടച്ചു. ഈശായിൽ സദ്ഗുരു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് 3 ലക്ഷം അടച്ചു വെച്ചിരുന്നു. 2 വർഷം പോകാൻ പറ്റിയില്ല. പിന്നെ പൈസ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ച് വാങ്ങിച്ചു. അത്രയും പൈസ അങ്ങനെ തന്നു. വേറെ ഒരു സ്ത്രീയുടെ അടുത്ത്, അവരും ഇതുപോലെ സ്പിരിച്വൽ ലീഡറാണ്, അവരുടെ അടുത്ത് ഒരു 50,000 അഡ്വാൻസ് കൊടുത്തു വെച്ചിരുന്നു. അവരും പിന്നെ തിരിച്ച് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അവർക്കും ഇതെല്ലാം കാരണം എന്തുവാന്ന് വെച്ചാൽ, മൗണ്ട് കൈലാഷ് എന്ന് പറയുന്നത് തിബറ്റിലാണ്. ഈ തിബറ്റിയൻ ഗവൺമെൻറ് നമുക്ക് പെർമിഷൻ തരുന്നു, പക്ഷേ ചൈന തരുന്നില്ല. തിബറ്റ് ചൈനയുടെ പിടിയിലാണ്. അപ്പോൾ ചൈന പെർമിഷൻ തരാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് സത്യം.
അങ്ങനെയാണ് പോകാൻ പറ്റാത്തത്. അപ്പോൾ അതിലും ഏജ് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. 70 വയസ്സിന് മേളിൽ പോകരുതെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും അത്രയും ആയില്ല എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇതിലെല്ലാത്തിലും പൈസ കെട്ടി കാത്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അറിഞ്ഞത് നരേന്ദ്രമോദി വന്നേ പിന്നീട് അവിടെ വലിയ ഒരു റോഡ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ പരിക്രമ എന്ന് പറയും, അതായത് മാനസരോവർ തടാകത്തിൽ പോയി കുളിച്ചിട്ട് വെളിയിൽ വന്ന് 15 കിലോമീറ്ററോ നല്ല ഒരു ദൂരമാണ്. നമുക്ക് കാൽനടയായിട്ട് പോകണം, നടന്നു പോകണം. അപ്പോഴാണ് നമുക്ക് കൈലാഷിനെ കാണാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഞാനും തയ്യാറായിരുന്നു. മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എല്ലാം റെഡിയായിരുന്നു പോകണമെന്ന്. നോക്കട്ടെ, അടുത്ത വർഷം എന്തെങ്കിലും ഈ റോഡൊക്കെ ശരിയായി നമ്മളെ ആ സീസണിൽ വിടുവാണെങ്കിൽ തിരിച്ച് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം, പോകാം. അങ്ങനെ ഒരു ഇട വരുത്തട്ടെ. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. 5 പൈസ ചിലവില്ലാതെയും നമുക്ക് കൈലാഷിൽ പോകാം. ആരുടെയും വിസയും പെർമിഷനും ഒന്നും വേണ്ട. നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി. നമ്മൾ നല്ല രീതിയിൽ ഈ അരമണിക്കൂർ 1/4 മണിക്കൂറൊന്നുമല്ല, നല്ല രീതിയിൽ മണിക്കൂറുകൾ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് ആസ്ട്രൽ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും. ആസ്ട്രൽ ട്രാവലിൽ മൗണ്ട് കൈലാഷെല്ലാം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മുക്തി കിട്ടി മരിച്ച് നമ്മുടെ ആത്മാവിനെയും കൊണ്ട് നേരെ അവിടെ പോവുക. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ. അപ്പം ഇത് ഇന്ന് 8 15/7 ഈ വീഡിയോ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. അപ്പം 15/7 എന്ന് പറയുമ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നത് 15/2 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. അപ്പം ഫെബ്രുവരി 15 എന്ന് പറയുമ്പം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 5 മാസമേ ആയിട്ടുള്ളൂ. നമ്മുടെ കൈലാഷ് ചാനൽ തുടങ്ങിയ 5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ മലയാള ചാനലിൽ എനിക്ക് നല്ല വരവേൽപ്പുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനും കൂടിയാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, 3 ലാംഗ്വേജിൽ ഞാൻ ഇടുന്നുണ്ട്. ഒരേ മാറ്റർ തന്നെ, ഒരേ ടോപ്പിക്ക് തന്നെ. ഫസ്റ്റ് മലയാളത്തിൽ എടുക്കും, പിന്നെ തമിഴിലെടുക്കും, പിന്നെ ഇംഗ്ലീഷിലെടുക്കും. അങ്ങനെയാണ് ഓരോ റെക്കോർഡിങ്ങും പോകുന്നത്, ഷൂട്ടിംഗ് പോകുന്നത്. അപ്പം മലയാളത്തിലാണ് ഒരുപാട് നല്ല വരവേൽപ്പുള്ളത്. ഒരുപാട് പേര് അതിന് കമൻസൊക്കെ തരുന്നുണ്ട്, നല്ല എൻകറേജിങ് ആയിട്ടുള്ള കമൻസൊക്കെ തരുന്നുണ്ട്. അതൊക്കെ വിചാരിക്കുമ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാം തികഞ്ഞ ഒരാളായിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഏതോ ഒരു ശക്തി എന്നെ ഉന്തിത്തള്ളുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല. മറ്റേ ഗുരുക്കന്മാരോട് ഒക്കെ നോക്കുമ്പം ഞാനൊക്കെ ഒന്നുമേ അല്ല. എന്നാലും ഞാൻ വിചാരിച്ചു, ശരി, നമുക്കറിഞ്ഞ കുറച്ച് അത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെയും ഒരു ഐഡിയ. അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. തുടങ്ങുന്നതിന് ഒരു 3 മാസത്തിന് മുമ്പേ ഇതിനെക്കുറിച്ച് തീവ്രമായിട്ട് ചിന്തിച്ചു, പല പ്ലാൻസൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെയാണ് ഇത് ഒരു ഷേപ്പിൽ വന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇത് ഏകദേശം 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും കോടാനുകോടി നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനോ അല്ലെങ്കിൽ അതുവഴി മോണിറ്റൈസേഷന് അതിൻ്റെ പൈസ എടുക്കാനോ കുറച്ചൊക്കെ പൈസ വന്ന് കിടപ്പുണ്ട്. ഞാൻ ഇതുവരെ എത്രയെന്ന് നോക്കിയിട്ടില്ല. അതൊക്കെ എൻ്റെ മോളാണ് നോക്കുന്നത്. അമ്മ ഇത്ര ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒറ്റ പൈസ തൊടണ്ട, അവിടെ കിടക്കട്ടെ. കുറേ നല്ല ഒരു എമൗണ്ട് ആയാൽ അതെടുത്ത് നമുക്ക് അനാഥാശ്രമത്തിലോ ഏതെങ്കിലും ഒരു ചാരിറ്റിക്കോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിൽ എൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പേർ കേൾക്കാൻ പറ്റുമോ അത്രയും പേര് കേൾക്കണം. അതിനായിട്ടാണ് ശരിക്കും ഞാൻ ഇത് സീരിയസ് ആയിട്ട് ഒരു ലൈഫിലെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബുക്ക് വായിക്കുക, അതിൻ്റെ നോട്ട്സ് എഴുതുക, അത് പിന്നെ പറയുക. ഇതാണല്ലോ എൻ്റെ ജോലി. ഒരു ടീച്ചറായിട്ട് 20 വയസ്സിൽ തുടങ്ങിയ ഈ ജോലിയാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ എല്ലാം കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ
ഒരു മനമാറ്റം വരണം, ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം. നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ ഈ മുക്തിയെ തേടി ഒരു ട്രാവൽ ചെയ്യുവാണ്. അപ്പം മുക്തി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നല്ല ചോദ്യം. നമ്മൾ ശ്രമിക്കണം. എത്ര ദൂരം നമ്മൾ ശ്രമിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അല്ലാതെ ഇപ്പം ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ, അല്ലെങ്കിൽ ഈ ജന്മത്ത് കിട്ടുമോ, അതല്ല. നമ്മുടെ എൻ പോയിൻ്റ് അല്ല. നമ്മളുടെ ഉന്നം ഉയർന്നതായിട്ടിരിക്കണം, നല്ല ഒരു ഉന്നമായിരിക്കണം. അതുകൊണ്ട് എന്നുവെച്ചാൽ അങ്ങേ അറ്റത്തെ ഉന്നമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് മുക്തി കിട്ടണം, ഈ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടണം എന്നുള്ളത്. പിന്നെ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുക. ബുക്ക് വായിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കേൾക്കുക. അത് തന്നെ ഒരു നല്ല ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇത്രയും ദൂരം ഇതെല്ലാം കേൾക്കുന്നു, അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. അതെല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞാലും ഞാനതിനെ സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും പറയുന്നത്, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. പിന്നെ മലയാളം പ്രൊനൗൺസിയേഷൻ മാത്രം 100% പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കും അറിയാം. അത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അത് അത്ര മലയാളം സ്കൂളിൽ നിന്ന് പഠിച്ച് വന്നവരുടെ അത്രയും ലെവൽ എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഫ്ലൂയൻസി ഇംഗ്ലീഷിലുള്ള പോലെ മലയാളത്തിൽ വരുന്നത് കുറച്ച് പാടാണ്. എന്നാലും നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. അതിന് തന്നെ വളരെ സന്തോഷമുണ്ട്. വളരെ കോടി നന്ദിയും നമസ്കാരങ്ങളും പറയുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ഇപ്പം വെളിയിൽ കാണുമ്പം കൈലാഷിൻ്റെ അമ്മയാണോ, കൈലാഷ് ചാനലിൻ്റെ അമ്മയല്ലയോ ഇത് എന്നൊക്കെ ചോദിക്കും. വേറൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുണ്ട്. ലളിതാ സഹസ്രനാമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 5ാമത്തെ വീഡിയോ അതായിരുന്നു. 4ാമത്തെ വീഡിയോയിൽ ഞാൻ കാലടി മാധവൻ നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് ദിവസവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, ലളിത സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ബാലരാമപുരത്തിരുന്നപ്പോഴും പോയി കണ്ടു. ഇപ്പം ഇവിടെ തട്ടത്തുമല എന്ന് കിളിമാനൂരിൽ തട്ടത്തുമല എന്നുള്ള സ്ഥലത്താണ് വീട് വെച്ച് താമസിക്കുന്നത്, ഭാര്യയും ഭർത്താവും മാത്രം. അങ്ങനെ അവിടെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉള്ള വീട്ടിൻ്റെ വെളിയിൽ ഒരു മുറിയിലാണ് ദേവിയെയും അവർ പൂജിച്ചുകൊണ്ടിരുന്ന ദേവിയെയും കണ്ണനെയും പ്രതിഷ്ഠ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ പോയപ്പം കുറേ നേരം അദ്ദേഹം നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. 2 സ്ഥലം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അവിടെയാണ് അമ്പലം വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ അമ്പലത്തിൻ്റെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു. അതായത് ഉദ്ഘാടനം എന്ന് വെച്ചാൽ മീറ്റിംഗ്, അതിൻ്റെ ഉദ്ഘാടനം അങ്ങനെയല്ല. ദേവിയെയും കണ്ണനെയും അവിടെ ഇളങ്കോവിൽ എന്ന് പറഞ്ഞ്, അതായത് ടെമ്പററി ആയിട്ട് ഒരു അമ്പലം പോലെ പണിഞ്ഞ് അതിനകത്ത് പ്രതിഷ്ഠ ചെയ്തു. ഇന്നലെ 7-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. രാവിലെ 6-നും 7-നും ഇടയ്ക്കായിരുന്നു പ്രതിഷ്ഠ. ഞങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ കുടുംബത്തോടെ എല്ലാവരും കൂടെ കാറിൽ പോയി. അത് 3 മണിക്ക് എണ്ണിച്ച് കുളിച്ച് അവിടെ പോയി 5:30 ആയപ്പോൾ എത്തി. 6 മണിക്ക് അദ്ദേഹം തന്നെ, കാലടി മാധവൻ നമ്പൂതിരി തന്നെ കൈകൊണ്ട് ദേവിയെയും കണ്ണനെയും പ്രതിഷ്ഠ ചെയ്തു. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു. പിന്നെ ഉച്ചപൂജ ഉണ്ടായിരുന്നു, പിന്നെ കളഭാഭിഷേകം ഉണ്ടായിരുന്നു. പിന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടം, അവിടെ പ്രശ്നം വെച്ച് നോക്കിയപ്പം ദേവിക്ക് ഇഷ്ടമുള്ളത് മന്ത്രമാല സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. മന്ത്രമാല എന്ന് പറഞ്ഞാൽ അവരൊരു മാല തരും, 100 രൂപയുടെ കൂപ്പൺ എടുത്താൽ ഒരു തട്ടത്തിൽ ഒരു മാല വെച്ച് തരും. ആ മാലയെ തൊട്ടുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കണം. ജപിച്ചിട്ട് അവിടെ കൊടുത്താൽ അത് ദേവിക്ക് ഇട്ടിട്ട് ദേവിയുടെ ഒരു മാല നമുക്ക് തരും, അത് വീട്ടിൽ കൊണ്ടുവരാം. അതാണ് അവിടുത്തെ ദേവിക്ക്, അതായത് ശ്രീപാദശങ്കരി എന്നാണ് ദേവിയുടെ പേര്. അപ്പോൾ ശ്രീപാദശങ്കരിക്ക് അതാണ് ഇഷ്ടം. പിന്നെ കണ്ണന് വെണ്ണ, അത് നമുക്കറിയാം. അപ്പം ചെറിയ കുടത്തിൽ വെണ്ണ തന്നു. അപ്പോൾ അതും വാങ്ങിച്ച് കണ്ണനും കൊടുത്തിട്ട് വന്നു. അതൊക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് വരെ അവിടെ ഉണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു, രാവിലെ കാപ്പി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ചോറും ഒക്കെ അവിടുന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ അവിടുന്ന് തിരിക്കുമ്പോൾ 1 മണിയായി, വീട്ടിൽ വന്നപ്പോൾ 3 മണിയായി.
അപ്പം സൺഡേ ഫുൾ ഡേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം, ഒരു തൃപ്തി, ആത്മതൃപ്തി. ആ ദേവിയെ കാണാൻ അങ്ങനെ ജ്വലിക്കുന്നു, അത്രയും തേജസ്. ആ ലളിതാ പരമേശ്വരി തന്നെയാണ് അവിടെ ശ്രീപാദശങ്കരിയായിട്ട് ഇരിക്കുന്നത്, രാജരാജേശ്വരിയായിട്ട്, സിംഹാസനേശ്വരിയായിട്ട് അവിടെ ഇരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ അവിടെ ഒന്ന് പോയി തൊഴുക. അപ്പം ഞാനിത് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും ഞാൻ തമിഴ് ചാനലിലോ ഇംഗ്ലീഷ് ചാനലിലോ ഒന്നും പറയത്തില്ല. അപ്പം നിങ്ങളാണ് എനിക്ക് സ്പെഷ്യൽ. എന്നുവെച്ചാൽ നിങ്ങളാണ് എനിക്ക് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെയെല്ലാം ഞാൻ നമ്മളുടെ ഒരു കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അത്രയും സ്നേഹമുണ്ട്, അത്രയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 1-2 വാക്കുകൾ നല്ല വാക്ക് എന്നെ പുകഴ്ത്തി പറയുന്നതുകൊണ്ടോ അതൊന്നുമല്ല. ഈ ചാനൽ കേൾക്കുന്നവർ തന്നെ എന്തുകൊണ്ട് കേൾക്കുന്നു? മുക്തി നേടണം എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ എവിടോ ഒരാഗ്രഹം തട്ടിയിട്ടുണ്ട്, അല്ലയോ? അത് തന്നെയാണ് വലിയ കാര്യം. അപ്പം ഞാൻ ഇത്രയും പറയുന്നതും ഞാൻ പറയുന്നില്ല, ഒരുപാട് സമയം ചിലവിട്ടാണ് ഈ ബുക്കിൻ്റെ നോട്ട്സ്, ബുക്ക് റിവ്യൂ ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രയാസം എന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം വായിക്കണം, പിന്നെ രണ്ടാമത് വായിക്കണം, പിന്നെ നോട്ട്സ് എഴുതണം, അങ്ങനെയൊക്കെ. എനിക്കിഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ടാണ് ചെയ്യുന്നത്. എന്നാലും അതൊരു കമ്മിറ്റ്മെൻ്റായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം എനിക്കെന്തുവാണോ, എത്ര പേര് ഇത് കേൾക്കുന്നോ അത്രയും പേര് കേൾക്കണം, അത്രയും പേരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരണം, അവരുടെ മനോഭാവത്തിൽ ഒരു ചേഞ്ച് വരണം. ഗോസിപ്പ് കൊള്ളരുത്. ഗോസിപ്പ് എന്ന് പറയുന്നത് സോളിൻ്റെ ഒരു ക്യാൻസറാണ് എന്ന് ഞാൻ എന്തിനാ അത്രയും പറയുന്നതെന്ന് വെച്ചാൽ അത് അത്രയും വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. പക്ഷേ അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കെട്ട സ്വഭാവങ്ങൾ നമ്മളുടെ കയ്യിൽ ഒരുപാടുണ്ട്. അതൊക്കെ വെട്ടി കളഞ്ഞാൽ മാത്രമേ നമ്മളാവത്തുള്ളൂ. അപ്പോൾ ഈ മുക്താനന്ദയുടെയൊക്കെ ഞാൻ 2-3 വർഷത്തിന് മുമ്പേ പഠിച്ച ബുക്കാണ്. പക്ഷേ അപ്പോൾ ഇതുപോലെ ഒരു 10 ബുക്കിൻ്റെ ലിസ്റ്റ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ച് ബുക്ക് റിവ്യൂ ചെയ്യാൻ. അപ്പോൾ നമുക്കറിഞ്ഞത് നമ്മൾ പങ്കിടാം. അത് കേൾക്കുന്നവർക്കും ഒരു സന്തോഷം, കേൾക്കുന്നവർക്ക് കൂടുതൽ ഈ ലൈനിൽ വരണമെന്നൊരു ഉന്മേഷം കിട്ടും. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതും ഇതാണ്, നമ്മളുടെ ഇതേ ചിന്താഗതിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുക. നമ്മളുടെ ചാനലിനെ കുറിച്ച് പറയണം, അവരും കേൾക്കണം. മാക്സിമം എത്ര പേരെ എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ അത്രയും പേരെ ട്രാൻസ്ഫോം ചെയ്ത് എടുക്കണമെന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അത് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും 100 വീഡിയോ ഇടാൻ തന്നെ ആ കൈലാസനാഥൻ എനിക്ക് ശക്തിയെ തന്നു. അതിന് വളരെ നന്ദി, കോടാനുകോടി നന്ദി. അമ്മയ്ക്ക് നന്ദി, ശിവന് നന്ദി, അമ്മയും അമ്മയപ്പൻ എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയും അപ്പനുമായ ശിവനും പാർവതി ദേവിയും ലളിതാ പരമേശ്വരി എന്നെ ഇത്രയും ദൂരം നയിച്ചു കൊണ്ടുവന്നു. ഇനി എത്ര ദൂരം പോകുന്നോ അത്രയും ദൂരം പോകട്ടെ. ഇതൊന്നും നമ്മളല്ല പ്ലാൻ ചെയ്യുന്നത്. എത്രയോ പേര് യാദൃശ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നു, അതിന് പിന്നെ തുടർന്ന് കാണുന്നു, അങ്ങനെയും കമൻസ് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാമേ ഒരു ദൈവനിശ്ചയമാണ്. ഇന്നലെ ഞായറാഴ്ച അവിടെ പോയിരുന്നപ്പം ഒരു 2 പെണ്ണുങ്ങൾ, 2 പെൺപിള്ളേർ എന്നേ ഞാൻ പറയത്തുള്ളൂ, പാവാടയും ബ്ലൗസും ഇട്ടിട്ടുണ്ട്. വന്ന് എൻ്റെ അടുത്ത് മൂത്ത ആ പെണ്ണ് വന്ന് ചോദിച്ചു, ആ പെൺകുട്ടി വന്ന് ചോദിച്ചു, കൈലാഷ് ചാനലിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടു, അവരും അങ്ങ് പോയി. കുറേ നേരം കഴിഞ്ഞ് ഈ അഭിഷേകമൊക്കെ തുടങ്ങിയപ്പോൾ ഈ ഉച്ചപൂജയൊക്കെ തുടങ്ങിയപ്പം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച കുട്ടി ഒരുപാട് അങ്ങ് ലയിച്ചിരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നു, കണ്ണടച്ചിരുന്ന് പറയുന്നു. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പം അങ്ങ് ഭയങ്കര ഒരു ഇതിലുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി ഇത് ഭക്തിമാർഗത്തിൻ്റെ നല്ല ഒരു സ്റ്റേജിലാണ് എന്ന്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, എൻ്റെ വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാൻ ഇത്
ഞാൻ പിന്നെ ചോദിച്ചു, ചില വീഡിയോസൊക്കെ 30-40 മിനിറ്റ്സൊക്കെ വരുന്നു, അത് കുറച്ച് ലെങ്തിയാന്ന് എൻ്റെ മോളൊക്കെ പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറയുന്നത്, അമ്മ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് 40 മിനിറ്റ്സ് 45 മിനിറ്റ്സൊക്കെ പോയാലും കുഴപ്പമില്ല, ഞാൻ ചില പോയിൻറ്റ്സൊക്കെ കുറിച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. പിന്നെ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പം ദുബായിലാണ്. അവർ ദുബായിലാണ്. ഈ കാലടി മാധവൻ നമ്പൂരി സാറിൻ്റെ അടുത്തുനിന്ന് നവാക്ഷരി മന്ത്രത്തിൻ്റെ ദീക്ഷ വാങ്ങിച്ചവരാണ്. അപ്പോൾ ആ മന്ത്രങ്ങളൊക്കെയാണ് അവിടെ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ അത് ചൊല്ലുന്ന രീതി കാണുമ്പോഴേ, മനസ്സ് ചൊല്ലുന്ന രീതി കാണുമ്പോഴേ നമുക്കറിയാം വളരെ ശ്രദ്ധയോടെയാണ് പറയുന്നതെന്ന് എനിക്ക് അത് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നത്. അപ്പം വയസ്സ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറയും 37 വയസ്സുണ്ടെന്ന്. ഞാനൊരു 10-20 വയസ്സ് കാണും, കൊച്ചു പെണ്ണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ നല്ല ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു, ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളുടെ കൂട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ അടുത്ത് നമ്മളുടെ ചാനലിനെ കുറിച്ചൊക്കെ പറയണേ, തീർച്ചയായിട്ടും ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു പ്രാവശ്യം സദ്ഗുരു പറഞ്ഞതാണ്, എത്ര പേരെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ അത്രയും പേരെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഉദ്ദേശമായിട്ടിരിക്കണം എന്ന് പറഞ്ഞതുപോലെ അത് തന്നെയാണ് ഞാനും വേദവാക്യമായിട്ട് എടുത്തു. അതുപോലെ ദൈവം എന്നെ നയിച്ചു കൊണ്ട് പോന്നു. ആ പാതയിൽ കൂടെ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോന്നു അമ്മ. ആ ചിത് ശക്തി, കുണ്ടലിനി ശക്തി, ആ ലളിതാ പരമേശ്വരി എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. മേളിലിരുന്ന് ശിവനും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അത് നമുക്കെല്ലാവർക്കും മുക്തി കിട്ടട്ടെ. ഇനിയൊരു ജന്മം വേണ്ട, നമുക്കെല്ലാവർക്കും മുക്തി കിട്ടണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീഡിയോയിൽ കടക്കാം. ഓക്കെ. അപ്പം ഇതിൽ ഈ ബുക്കിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞേ. ആ ബുക്കിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഇത് കണ്ടിന്യൂഷനാണ്. ഇതാണ് ചാപ്റ്ററിൻ്റെ 3-ാമത്തെ ഭാഗം, 9-ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം. അപ്പോൾ ഇതിലെ ഈ ബുക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കും. നേരത്തെ ഞാൻ എല്ലാ ലൈനും അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഇതെല്ലാം വായിച്ചിട്ട് വേറെ ഒരു നോട്ട്ബുക്കിലാണ് പകർത്തിയിട്ട് ആ നോട്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നോക്കിയപ്പം എനിക്ക് എല്ലാമേ എഴുതണമെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എല്ലാം എഴുതിയെടുക്കുന്നതിനെക്കാട്ടിലും മിണ്ടാതെ ബുക്ക് വെച്ച് തന്നെ വായിച്ച് കാണിച്ചാൽ മതിയല്ലോ, വായിച്ച് കാണിക്കാനല്ല, വായിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് വേണ്ട, ഇത് ഒരു സംഭാഷണയാണ്. അതായത് ശിവനും മുരുകനുമുള്ള സംഭാഷണ, ലോർഡ് ശിവ പരമശിവനും കാർത്തികേയനുമുള്ള സംഭാഷണ. അതിൽ അത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതണ്ട, നൗ ബിഗിൻസ് ദ മെഡിറ്റേഷൻ ഓൺ ദ ഗുരു പരമശിവ ഷെഡ്. അതായത് പരമശിവൻ ഇങ്ങനെ പറയുന്നു, ഓക്കെ, നീ കാർത്തികേയ, യു ആർ എ ജ്വൽ, നീ നല്ല ഒരു മാണിക്യമാണ്. അമംഗ് ഡിവോട്ടീസ് ടു ദ ഗുരു, നീ വന്ന് ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ നീ ഏറ്റവും നല്ല ഒരു ശിഷ്യനാണ്. പക്ഷേ ഗ്രേറ്റ് ഈസ് മെഡിറ്റേഷൻ ഓൺ ദ ഗുരു. ആരടുത്ത് പറയുന്നു? ശിവൻ മുരുകൻ്റെ അടുത്ത് പറയുക, ഗുരുവിനെ ധ്യാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ധ്യാനം. അപ്പം മെഡിറ്റേഷൻ ഓൺ ദ ഗുരു ബ്രിങ്സ് ബോത്ത് ലിബറേഷൻ ആൻഡ് വേൾഡ്ലി എൻജോയ്മെൻറ്റ്. ഇത് നേരത്തെയും മുക്താനന്ദ പറഞ്ഞതാണ്. അതായത് കുണ്ടലിനി ശക്തി അമ്മയെ തൊഴുതാൽ ഈ ജീവിതത്തിൽ, ഈ പ്രസൻറ്റ് ലൈഫിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടും. അടുത്ത് മുന്നോട്ട് പോകാനുള്ള മുക്തിയും നമുക്ക് കിട്ടും. അതാണ് ഈ ഗുരുവിനെക്കുറിച്ചുള്ള ധ്യാനം. ഇതിൽ ഇങ്ങനെ പറയുമ്പോഴേ ശിവൻ തന്നെയാണ് മുരുകന് പറയുന്നത്, നീ ആദി ഗുരുവിനെ, അതായത് ഗുരുവിനെല്ലാം ഗുരു. ഇപ്പം നമുക്കേ മുക്താനന്ദ ഒരു ഗുരുവാണ്. മുക്താനന്ദയുടെ ഗുരുവാണ് സ്വാമി നിത്യാനന്ദ. സ്വാമി നിത്യാനന്ദയ്ക്ക് വേറെ ഒരു ഗുരുവായിരിക്കും, ഗുരുവാണ്.
അപ്പോൾ ഇവരൊക്കെ ഈ സിദ്ധറുകളാണ്. ഈ സിദ്ധാസിൻ്റെ വഴി വരുന്നതാണ് ഒരു സിദ്ധാപാത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ സിദ്ധറുകൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ, തമിഴ്നാട്ടിലാണ് ഈ സിദ്ധറുകളെല്ലാം ജീവിച്ചത്. ജീവസമാധി ആയതും അവിടാണ് കണ്ടമാനം ജീവസമാധികളുണ്ട്. അപ്പോൾ ഈ സിദ്ധറുകളെല്ലാവരും തൊഴുതത് ശിവനെയാണ്. ഞാൻ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കൃഷ്ണനെ തൊഴാം, ഭക്തനാകാം, വിഷ്ണുവിൻ്റെ ഭക്തനാകാം, മഹാലക്ഷ്മിയുടെ ഭക്തനാകാം, ആരെ വേണമെങ്കിലും തൊഴാം. പക്ഷേ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റായിട്ട് എന്ന് വെച്ചാൽ ഒടുക്കം നിങ്ങൾ ശിവനിൽ വന്ന് നിൽക്കും. ശിവനെ തൊഴുതാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നത് എന്ന് ഞാൻ ശിവപുരാണത്തിലോ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തുവാ പറയുക, ഇപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ലളിതാ സഹസ്രനാമവും വായിക്കും, ശിവൻ്റെയും അഷ്ടോത്രങ്ങളൊക്കെ വായിക്കും. അമ്മയപ്പൻ എന്നാണ് ഞാൻ രണ്ടുപേരെയും തൊഴുന്നത്. അല്ലാതെ ഞാൻ എല്ലാവരെയും തൊഴും. എല്ലാവരുടെ ശ്ലോകവും പറഞ്ഞില്ലയോ, മഹാവിഷ്ണു, മഹാലക്ഷ്മിയുടെ, ലക്ഷ്മിയുടെ, നരസിംഹരുടെ, ബ്രഹ്മൻ്റെ, സരസ്വതിയുടെ, അയ്യപ്പൻ്റെ, ആഞ്ജനേയരുടെ, ഹനുമാൻ്റെ എല്ലാവരെയും തൊഴും. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ബേസിക്കലായിട്ട് എനിക്ക് മനസ്സിൽ ഉള്ളത് എൻ്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ചിത് ശക്തിയായ, കുണ്ടലിനി ശക്തിയായ, രാജരാജേശ്വരിയായ, ലളിതാപരമേശ്വരിയായ ദേവിയും എൻ്റെ സഹസ്രാരത്തിൽ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്ന സദാശിവനുമായ എൻ്റെ അപ്പനും എൻ്റെ ദേഹത്ത് തന്നെ കുടികൊണ്ടിരിക്കുന്നു. അപ്പം അവരെ തൊഴുതാലേ മതി. നമ്മൾ കാടുമല കയറിയോ ഹിമാലയത്തിലോ ദൈവത്തിനെ തേടി ചെല്ലേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഉൾമുഖമായിട്ട് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. പക്ഷേ അതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇപ്പോഴും അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോകുന്നതിലൊന്നും കുറ്റമൊന്നുമില്ല. ഇന്നലെ രാവിലെ 4 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് 12 മണിക്കൂർ ഏകദേശം അതിനായിട്ടാണ് ഞാൻ ചിലവിട്ടത്. അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊന്നും കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അൾട്ടിമേറ്റായിട്ട്, അതായത് ഒടുക്കം നമ്മൾ ചെയ്യേണ്ടത് അമ്പലത്തിൽ പോകുന്നത്. ഇന്നും രാവിലെ ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ പോയി. അവിടെ കളഭാഭിഷേകം കണ്ട് അങ്ങനെ എന്നെ മറന്ന് ലയിച്ച് നിന്നിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്നും തെറ്റല്ല, നല്ലത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂട്ട് സാധാരണ ആൾക്കാർക്ക് അതൊക്കെ വേണം. 24 മണിക്കൂർ നമ്മൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലല്ലോ സിദ്ധരുടെ കൂട്ട്, ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വേണം തന്നെ. പക്ഷേ നമ്മൾ എപ്പം ഉള്ളിലോട്ട് തിരിഞ്ഞ് നോക്കാൻ തുടങ്ങുന്നോ, മെഡിറ്റേഷനാണ് ആജ്ഞാചക്ര, സഹസ്രാര ചക്ര, തീവ്രമായിട്ട് എപ്പം നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് ദൈവം നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. വേറൊരു തളത്തിലോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അതാണ്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ഇപ്പം സ്വാമി മുക്താനന്ദയ്ക്ക് ഒരു ഭഗവാൻ നിത്യാനന്ദ കിട്ടി, ഒരു ഗുരുവായിട്ട് കിട്ടി. അതുകൊണ്ട് ആ ഗുരുവിനെ വിചാരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ വായിക്കണം. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, സകലതും അദ്ദേഹത്തിന് നിത്യാനന്ദ തന്നെയാണ്. ഒരു കാറ്റാണെങ്കിലും, ഒരു ഇല ആടിയാലും, ഒരു മരം വീണാലും, അത് എന്തുവാണെങ്കിലും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം നിത്യാനന്ദ അതിൽ അടങ്ങും, നിത്യാനന്ദ അതിൽ ഒടുങ്ങും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ, രക്ഷിച്ചു അദ്ദേഹത്തിനെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുക്തി കിട്ടിയത്, ഇല്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ചവരെ ഇപ്പം എനിക്ക് 2-3 ഗുരുക്കന്മാരുണ്ട്. എല്ലാവരുമേ നല്ല രീതിയിലാണ്. ഒരു ഗുരുവാണെങ്കിൽ മെഡിറ്റേഷൻ മാത്രം ചെയ്ത് അങ്ങേയറ്റത്തെ സ്ഥിതിക്ക് വന്നതാണ്. ഇനിയൊരു ഗുരുവാണെങ്കിൽ നല്ല രീതിയിൽ പല രീതിയിലും മെഡിറ്റേഷനും പല സാധനങ്ങളും ഒക്കെ ചെയ്ത് അങ്ങേയറ്റം നല്ല ഒരു ഉയർന്ന നിലയിലുള്ള ഗുരുവാണ് യോഗീസ് രാജ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് നേരത്തെ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നാളെ അദ്ദേഹത്തിനെ കാണാൻ പോവുക. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോവുകയാണ്. 2-3 ദിവസം അവിടെ നിന്നിട്ട് വരും. അതിന് പിന്നെ പഴനി പോകും. പഴനിയൊക്കെ പോയിട്ട് അവിടെയും വേറൊരു ഗുരുവുണ്ട്. ഗുരുവിൻ്റെ അടുത്ത് ഒരു ഉപദേശം വാങ്ങിക്കണം.
അതിനാണ് പോകുന്നത്. അദ്ദേഹം ഞായറാഴ്ച ഉപദേശം കൊടുക്കുന്നുണ്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നു. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് ചെയ്തേക്കാം. അപ്പം പഴനി മുരുകനെയും പോയി കാണാം. അങ്ങനെ ഒരു 5 ദിവസത്തെ ക്ഷേത്രാടനം പ്ലാൻ ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പം ഞാൻ അതുമാത്രമല്ല, ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞില്ലേ, 30-ാം തീയതി മൊത്തം ഫ്ലൈറ്റിലിരുന്ന് വന്നേച്ച് 1-ാം തീയതി തന്നെ, അന്ന് 30-ാം തീയതി തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് ഒരു ശിവലിംഗം വാങ്ങിച്ച് ശിവലിംഗത്തിനെ പൂജ ചെയ്ത് ആ ഒരു വഴിയും കൂടെ നമുക്ക് ചെയ്യണം. പണ്ടേ ആഗ്രഹമായിരുന്നു. പക്ഷേ ആളുകളൊക്കെ പറഞ്ഞു, അയ്യോ വീട്ടിലെ ശിവലിംഗം കൊണ്ടുവരരുത്, ദിവസവും അഭിഷേകം ചെയ്യണം, അർച്ചന ചെയ്യണം, അല്ലെങ്കിൽ ദോഷമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, മടിച്ചു. അതുമാത്രമല്ല, ലളിതാ സഹസ്രനാമം ദേവി ദേവി എന്ന് കൊച്ചിലേ ആ ലൈനിൽ പോയ കൊണ്ട് ശരി വേണ്ട, ആ സമയം വരട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഉറച്ച ഒരു തീരുമാനം എടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ ശിവലിംഗം വാങ്ങിച്ച് ഇന്ന് വരെ ഞാൻ ദിവസവും രാവിലെ അഭിഷേകം ചെയ്ത് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളം എനിക്ക് ദിവസവും കിട്ടുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ മരം വെച്ച് നട്ടതാണ്. ഒരു കൂവളം മരം വെച്ച് നട്ടു. കൂവളം മരം നടുന്നതിന് തന്നെ ഞാൻ നല്ല ഒരു ആത്മനിലയെന്ന് ഇവിടെ ഒരു നഴ്സറി ഉണ്ട്, വലിയ നഴ്സറി. അവിടെ പോയി ഏറ്റവും നല്ല ഒരു കൂവളമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിന് കൂവളം വയ്ക്കുന്നതിനും എതിർപ്പുണ്ടായിരുന്നു. അയ്യോ കൂവളം പട്ടടം ഏതോ ഒരു ചൊല്ലൊക്കെ പറഞ്ഞിട്ട് അയ്യോ അത് വളർന്നില്ലെങ്കിൽ ശരിയാവത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ പറഞ്ഞു അത് വരും. എന്താ വെച്ചാൽ കൂവളത്തിൻ്റെ അടിയിലാണ് മഹാലക്ഷ്മി സ്ഥിതി കൊള്ളുന്നത്. മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കൂവളം ഞാൻ വെച്ച് വളർക്കും എന്ന് പറഞ്ഞാണ് എൻ്റെ വീട്ടിൻ്റെ മുൻവശത്ത് ഒരു ഗാർഡൻ പോലെ ചെറിയ ഗാർഡൻ വെച്ച് ആ ചെടിയും വളർന്നു വരുന്നുണ്ട്. ഒരുവിധം മരമായി. ഇത്രയും തടി ഇത്രയും തിക്നെസ്സിന് വന്നു. അപ്പം എനിക്ക് അത് മേളി വളർന്നു വരുന്നുണ്ട് ദൈവം സഹായിച്ച്. പക്ഷേ അതിൻ്റെ താഴെയും നിറയെ ഇങ്ങനെ ബ്രാഞ്ചസ് വരും. അതിൽ ഇലകളുമുണ്ട്. അതും ഇപ്പം മഴ പെയ്തുകൊണ്ട് നിറച്ച് ഇലകളുണ്ട്. അപ്പം അത് ഞാൻ എല്ലാമൊന്നും പറിക്കത്തില്ല. പെർമിഷൻ ചോദിച്ച് ഒരു 10-15 ഇലയിട്ട് ആ ശിവലിംഗത്തിനെയാണ് ഞാനിപ്പം രാവിലെ പൂജിക്കുന്നത്. രാവിലെ ശിവലിംഗത്തിൻ്റെ പൂജ, വൈകുന്നേരം ലളിതാ സഹസ്രനാമം. അപ്പം പിന്നെ പവിഴമല്ലി ചെടി വാങ്ങിച്ച് വെച്ചു. അതും വലിയ മരമായി. പവിഴമല്ലിയുടെ പൂക്കൾ ഇഷ്ടം പോലെ എനിക്ക് കിട്ടുന്നുണ്ട്. പവിഴമല്ലിയും ശിവന് ഇഷ്ടമുള്ളതാണ്. മഹാലക്ഷ്മിക്കും ദേവിക്കും ഒക്കെ ഇഷ്ടമുള്ളതാണ്. അപ്പം പവിഴമല്ലി രാവിലെ ഇങ്ങനെ നിങ്ങൾക്കറിയാം, അറിയാവുന്നവർക്ക് ചിലർക്കൊക്കെ കണ്ടു കാണും, ചിലരുടെ വീട്ടിലും കാണും. രാത്രിയേ പൂക്കാൻ തുടങ്ങും. ഞാൻ രാത്രി ചിലപ്പം ഗേറ്റ് പൂട്ടാനായിട്ട് പോകുമ്പം 10 മണിക്കൊക്കെ ഉറങ്ങുന്നതിന് മുമ്പേ നല്ല മണമായിരിക്കും. എന്നുവെച്ചാൽ അപ്പോഴായിരിക്കും ഈ മൊട്ട് ഇങ്ങനെ വിടരുന്നത്. 12 മണി 1 മണിക്കൊക്കെ നല്ല വിടരും. 4 മണിയാകുമ്പോൾ അത് കൊഴിയാൻ തുടങ്ങും. അതൊക്കെ വേറെ ഒരു കഥയാണ്, ഈ കൊഴിയുന്നതും അതും ഇതൊക്കെ. പക്ഷേ അത് പവിഴമല്ലിയും ശിവന് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ്. അപ്പം പവിഴമല്ലിയെ ഞാൻ പറക്കും. ഇപ്പോൾ എനിക്ക് യോഗയൊക്കെ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു സ്ത്രീയെ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ ഒരു 6-6:30 ആകുമ്പോൾ വന്ന് എല്ലാം പെറുക്കിയിട്ട് ആ സ്ഥലമെല്ലാം തൂക്കി തരും. ആ കുറച്ച് ഞാൻ വീട്ടിൽ പൂജിക്കും. വൈകുന്നേരം കുറച്ച് ഞാൻ ആറ്റുകാൽ ദിവസവും ദേവിക്ക് കൊണ്ട് കൊടുക്കും. ദേവിക്ക് കുറച്ച്, ശിവന് കുറച്ച് അതിൽ കൊടുക്കും. അപ്പം ഈ പവിഴമല്ലിയെ ദേവിയായിട്ടും ഈ പവിഴമല്ലി മരത്തിനെ ദേവിയുടെ ഒരു അംശമായിട്ടും കൂവളം മരത്തിനെ ശിവൻ്റെ ഒരു അംശമായിട്ടുമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പം അതുമാത്രമല്ല, എൻ്റെ ബെഡ്റൂമിൻ്റെ വെളിയിലാണ് ഇത്. അപ്പം ഞാൻ രാത്രി കിടക്കുമ്പം ഈ കൂവളത്തിനെ കണ്ടുകൊണ്ടാണ് കിടക്കുന്നത്. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ എണ്ണിക്കുമ്പം കൂവളത്തിനെയാണ് കാണുന്നത്. അപ്പം കൂവളത്തിനെ കാണുന്നത് എനിക്ക് ശിവനെ കാണുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചു, നമുക്ക് ഇതുപോലെ ഒരു ഗുരു നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് ഒരു പ്രയാസവും മനപ്രയാസം പെടണ്ട. നിങ്ങളുടെ അടുത്തും ഞാൻ പറയുവാണ്, നമുക്ക് നമ്മളുടെ ദേഹത്ത് തന്നെ നമ്മുടെ ദേവിയുണ്ട്. ചിത്ശക്തിയായിട്ട്, കുണ്ടലിനി ശക്തിയായിട്ട് നമ്മുടെ മൂലാധാരത്തിലുള്ള ലളിതാ പരമേശ്വരിയെ സ്തുതിച്ചാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ സഹസ്രാരത്തിൽ, അല്ലെങ്കിൽ ആ പീനിയൽ ഗ്ലാൻഡ് ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിൻ്റെ നടുഭാഗത്ത് രണ്ട് ഹെമിസ്ഫിയറിൻ്റെയും നടുക്ക് വളരെ പ്രൊട്ടക്റ്റഡായിട്ട് ഇരിക്കുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ആ പീനിയൽ ഗ്ലാൻഡാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉറവിടം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ തലയിലുള്ള
ശിവനെ പൂജിച്ചാലേ മതി. അപ്പം നമുക്ക് ഭഗവാൻ നിത്യാനന്ദയുടെ കൂട്ട് ഒരു ഗുരു കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ആരും തന്നെ മനപ്രയാസപ്പെടണ്ട. നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ വിചാരിച്ച് ധ്യാനം ചെയ്യുക. ഇല്ലയോ ശിവനെ വിചാരിച്ച് ധ്യാനം ചെയ്യുക. സാഹചര്യമുള്ളവർ ഒരു ശിവലിംഗത്തിനെ വാങ്ങിച്ച് പൂജ ചെയ്യുക. അത് ദാറ്റ് മീൻസ് എൻ്റെ കൂട്ടലകം പ്രായമുള്ളവരൊക്കെ എല്ലാ ദിവസവും ചെയ്യാം. 30 ദിവസവും ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ ദിവസവും നമുക്ക് ചെയ്യുന്ന പോലെ അങ്ങനത്തെ സൗകര്യമുള്ളവരൊക്കെ അതൊക്കെ തുടങ്ങുക. നമുക്ക് നമ്മളുടെ ഗുരുവിൻ്റെ കാലിനെ മുറുക്കി പിടിക്കുക. നമുക്ക് മുക്തി കിട്ടും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് വായിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പറയുന്നത്? അതായത് ഇതുണ്ട്, കുറേ എഴുതിയിട്ടുണ്ട്, കുറേ. അഗെയിൻ പരമശിവ സേസ്, ഓ കാർത്തികേയ, ബൈ വർഷിപ്പിംഗ് ദ ഗുരു എ ഡിസൈപ്പിൾ സൂൺ ബിക്കംസ് ദ ഫോം ഓഫ് ദ ഗുരു. അതും ശരിയാ. അതായത് നമ്മൾ ഗുരുവിനെ വിചാരിച്ച് ധ്യാനം ചെയ്യുമ്പം നമ്മളെ ഗുരുവാകും. അതുപോലെ നമ്മൾ ശിവനെയോ പാർവതിയോ ദേവിയോ നമ്മളുടെ ഇഷ്ടദൈവത്തിനെ വിചാരിച്ച് ധ്യാനം ചെയ്യുമ്പം നമ്മൾ ആ ദൈവമാകും. മനുഷ്യനും ദൈവമാകാം. മനുഷ്യൻ എപ്പം ദൈവമാകും? നമ്മളുടെ ഈ വേണ്ടാത്ത വൃത്തികെട്ട സ്വഭാവങ്ങളെല്ലാം മാറി മനസ്സ് അത്രയും പവിത്രതയോടുകൂടി നമ്മൾ ജപിക്കുമ്പം, ലയിക്കുമ്പം, ധ്യാനത്തിലിരിക്കുമ്പം നമ്മളാണ് ദൈവം. അതാണ് ഇതിൽ നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിൽ ഭഗവാൻ നമ്മുടെ സ്വാമി മുക്താനന്ദ പറയുന്നത്, എനിക്ക് എൻ്റെ ഭഗവാനെ ഞാൻ തൊഴുന്നു. ഇതിലെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ജ്ഞാനസിന്ധുവിൽ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ദ തീം ഓഫ് ജ്ഞാനസിന്ധു. ജ്ഞാനസിന്ധുവിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഭാഗത്തും, നമ്മുടെ ദേഹത്തിലെ ഓരോ ഭാഗത്തും നമ്മൾ നമ്മുടെ ഗുരുവിനെ ആവാഹിക്കുക. അങ്ങനെ വേണം നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങാനെന്ന്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്ത് വേണം? റിവേഴ്സ്, ഓഷൻ, മൗണ്ടൻ, കേവ്സ് എല്ലാമേ നിത്യാനന്ദയായിട്ട് കാണുന്നതാണ് നമ്മുടെ മുക്താനന്ദ. അപ്പം ഇപ്പോൾ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന്, ഈ ജ്ഞാനസിന്ധു എന്നുള്ള ബുക്കിൽ. അതായത് തല തൊട്ട് ഓരോ ഭാഗത്തും നമ്മുടെ ഗുരു ഉള്ള മാതിരി. അത് ഇദ്ദേഹത്തിന് നിത്യാനന്ദ, നമുക്ക് നമ്മുടെ ഗുരു, നമ്മളങ്ങനെ മാറ്റിക്കോളാം. നമ്മുടെ ഗുരുവിനെ ആവാഹിക്കുക. നമ്മുടെ ഗുരു തലയിലുണ്ട്, നെറ്റിയിലുണ്ട്, കണ്ണിലുണ്ട്, പിരിയത്തിലുണ്ട്, മുഖത്തുണ്ട്, കഴുത്തിലുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് കാല് വരെ പോകുക. പിന്നെ കാലിൻ്റെ നഖത്തിൻ്റെ വിരൽ നുനിയിലിരുന്ന് തിരിച്ചും തല വരെ ഇങ്ങനെ നമ്മൾ മനസ്സിൽ നമ്മുടെ ഗുരുവിനെ വെച്ച് ആരാധിച്ച് ധ്യാനം ചെയ്യുന്നത് ഒരു മെത്തേഡ് എന്നാണ് ഈ ബുക്കിൽ ശിവൻ കാർത്തികേയന് പറഞ്ഞു കൊടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എഴുതിയതൊക്കെ ഒരു അനുഭവത്തിൻ്റെ പേരിലാണ് എഴുതുന്നത്. ചുമ്മാതെ ഒന്നും ഒരു ബുക്കൊന്നും എഴുതത്തില്ല ആരും. ഓക്കെ, അപ്പം ഇത് മുക്താനന്ദ പറയുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ടച്ച് മൈ ഹെഡ് thinking of Nityananda. Nityananda is in my head. Nityananda is in my skull. My dear Nityananda, in my eyes, in the right of my eyes, in the light of my eyes, in my throat, in my shoulders, in my hands. അങ്ങനെ ഓരോ ഭാഗമായിട്ട്. അപ്പം നിത്യാനന്ദ പറയുന്നത് അതുമാത്രമല്ല, അത് ഇങ്ങനെ വിചാരിക്കുമ്പം തന്നെ ഗുരുവോം ഗുരുവോം ഗുരുവോ എന്ന് പറയണം. അങ്ങനെ അപ്പം നിത്യാനന്ദ ഇൻ മൈ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് അത്രയും വരെ, കാല് വരെ വരിക, വിരൽ നുനി വരെ, നഖത്തിൻ്റെ നുനി വരെ വരിക. അതിന് പിന്നെ അപ്പം ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോഴും ഗുരുവോം 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 എന്ന് പറയുക. അങ്ങനെ പറയെ ഇദ്ദേഹത്തിന് മനസ്സങ്ങനെ സ്റ്റില്ലായി. ആ നോ തോട്ട് സ്റ്റേറ്റ് വന്നു. അത്ര അപ്പം അദ്ദേഹം പറയുക, മൈ ഹാർട്ട് ലൈറ്റൻഡ്. എൻ്റെ ടെൻഷൻ, പ്രയാസം, ഭയം അതെല്ലാം മാറി. പിന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്.
വളരെ ഹാപ്പി വൈബ്രേഷൻസ് റാൻ ത്രൂ മീ. എൻ്റെ ദേഹം മുഴുക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വൈബ്രേഷനാണ് വന്നത്. പിന്നെ അത് വന്ന് അങ്ങനെ ഞാൻ പരമാനന്ദത്തിൽ ലയിച്ചു, പരമാനന്ദത്തിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം കേട്ടിട്ടുണ്ടെന്ന്, വെൻ ഐ റിയലൈസ് ദ പ്യുവർ ഐ ബിക്കെയിം പ്യുവർ. അതായത് നമ്മൾ ഏതിനെ വിചാരിച്ച് ധ്യാനിക്കുന്നോ അതുമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്തോ ചെയ്തു, ഇത് ഈ ബുക്കൊക്കെ ബുക്ക് വാങ്ങിച്ച് വായിച്ചില്ലയോ, അന്ന് രാത്രി ഇദ്ദേഹം ഒരു 9 മണിക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഹാളിലെ ആ മൂലയ്ക്ക് പോയി ഇരുന്നാണ് ഇങ്ങനെ ധ്യാനം ചെയ്യാൻ തുടങ്ങി. ധ്യാനം ചെയ്ത് മണി 12 അപ്പം 3 മണിക്കൂർ അദ്ദേഹം ഇങ്ങനെ തന്നെ ധ്യാനം ചെയ്തിരിക്കുന്നു. 12 പിന്നീട് എന്താ ശ്രീ സദ്ഗുരു നിത്യാനന്ദ ഇൻ ദ റേഡിയൻസ് ഓഫ് ദി സഹസ്രാര ഇൻ ബ്രഹ്മരന്ധ്ര, അങ്ങനെ അത്രയും സഹസ്രാരത്തിൽ വരെ സ്വാമി ഭഗവാൻ നിത്യാനന്ദയെ അദ്ദേഹം വിചാരിച്ച് ധ്യാനം ചെയ്തു. പിന്നെ ഇത് ആസ് ഐ കണ്ടിന്യൂ ടു മെഡിറ്റേറ്റ്, അങ്ങനെ ധ്യാനം ചെയ്തപ്പം എൻ്റെ മെഡിറ്റേഷൻ ഭയങ്കര സ്ട്രോങ് ആയി, എൻ്റെ ധ്യാനം വളരെ സ്ട്രോങ് ആയി. അത് ഹാർട്ടിൽ വന്ന് നിന്നു ഒരു ഫീലിംഗ്, അതായത് പ്രാണശക്തി ഹാർട്ടിൽ അനാഹത ചക്രത്തിൽ വന്ന് നിന്നു എന്നാണ് പറയുന്നത്. ആൻഡ് പ്രാണ ബിക്കെയിം സെറീൻലി സ്റ്റഡി ദേർ. പ്രാണശക്തി അങ്ങനെ അനാഹത ചക്രയിൽ വന്ന് നിന്ന്. ഐ ഫെൽറ്റ് എ സ്റ്റാബ് ഓഫ് പെയിൻ അറ്റ് ദ മൂലാധാര. അപ്പോഴത്തേക്ക് മൂലാധാരത്തിൽ ഒരു കുത്തുന്ന പോലെ ഒരു വേദന, ലൈക്ക് എ ബോൾട്ട് ഓഫ് ഡിവൈൻ ലൈറ്റ്നിങ്, ഭയങ്കര മിന്നൽ വെട്ടിയതുപോലെ ഒരു ഫീലിംഗ്. പിന്നെ എ വേവ് ഓഫ് പ്രാണ റാൻ ത്രൂ ഔട്ട് മൈ ബോഡി ആൻഡ് throbbed in thousands of different nerves. I was lost in meditation. അതായത് ഇങ്ങനെ 3 മണിക്കൂർ ചെയ്തപ്പോഴേ അദ്ദേഹത്തിന് നെഞ്ചിൽ അനാഹത ചക്രത്തിൽ പ്രാണശക്തി കൂടി വന്നു. അതുമാത്രമല്ല മൂലാധാരത്തിൽ ഒരു മിന്നൽ വെട്ടിയ പോലെ ഒരു വെട്ട്, അതിൽ നിന്ന് പ്രാണശക്തി ഇങ്ങനെ മേളി വന്ന് ആ 72,000 നാഡികളിലും ആ ശക്തി പ്രവാഹിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. ഐ വാസ് ലോസ്റ്റ് ഇൻ മെഡിറ്റേഷൻ. അപ്പം അങ്ങനെ ചെയ്ത് ധ്യാനത്തിലങ്ങ് മുങ്ങിപ്പോയി. അതാണ് ലോസ്റ്റ് ഇൻ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മറന്നു, അതായത് അദ്ദേഹത്തിന് സമാധി സ്റ്റേറ്റ് കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഇപ്പം 12 മണിക്ക് ഇങ്ങനെ, പിന്നെ ഇനി ഈ പകുതിയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ശിവൻ കാർത്തികേയന് പറഞ്ഞത് മേളീന്ന് തല തൊട്ട് കാല് വരെ, പിന്നെ കാല് തൊട്ട് തല വരെ പോകണ്ടേ, ഓക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് കാല് തൊട്ട് എൻ്റെ കാലിൻ്റെ നഖത്തിൽ നിത്യാനന്ദ ഉണ്ട്, കാലിൽ നിത്യാനന്ദ ഉണ്ട്, അങ്ങനെ ഓരോ ഭാഗമായിട്ട് പറയാൻ ഇനിയൊരു 3 മണിക്കൂർ. അങ്ങനെ 12 തൊട്ട് 3 മണിയായി അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ, ഒരു ചുറ്റു മെഡിറ്റേഷൻ തീരാൻ. അപ്പോഴത്തേക്ക് 3 മണിയായോ. 9 തൊട്ട് 12 വരെ, 12 തൊട്ട് 3 വരെ. 3 മണിക്ക് നിത്യാനന്ദ വന്ന് അദ്ദേഹത്തിനെ വിളിച്ചു. എനിക്ക് സമയമായി, ടെല്ലിങ് മീ ടു ഗെറ്റ് അപ്പ്, എണീരെന്ന് പറഞ്ഞു. അപ്പം നിത്യാനന്ദ അവിടെങ്ങും വേണ്ട, ആ പരിസരത്തൊന്നും വേണ്ട, ഏത് മൂലയിൽ കോണിയിലിരുന്നാലും ഗുരുവിനറിയാം ഒരു ശിഷ്യൻ്റെ മനസ്സിൽ എന്തുവാ ഓടുന്നത്, ശിഷ്യൻ എന്തുവാ ചെയ്യുന്നത്, ശിഷ്യൻ ചെയ്യുന്നത് ശരിയാണോ, എല്ലാം അറിയാം. അപ്പോൾ ഇത്രയും മണിക്കൂർ ഇരുന്ന് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആ പരമാനന്ദ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് വന്നു. അപ്പോഴത്തേക്ക് ഗുരു എന്ന് പറഞ്ഞു എനിക്ക് സമയമായി. പിന്നെ ഇദ്ദേഹം അത് കുറേശ്ശെ ആ പരമാനന്ദ സ്ഥിതിയിൽ നിന്ന് കുറേശ്ശെ വെളിയിൽ വന്നു. പിന്നെ ഗുരു പോയി കുളിച്ചിട്ട് വന്നപ്പം ഇദ്ദേഹം പുറയിൽ പോയി, ഗുരുവിൻ്റെ പുറയിലെ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട്
ദെൻ അഗെയിൻ ഐ ഫെൽ ഇൻ ടു ദ സെയിം മെഡിറ്റേഷൻ. പിന്നെയും അതേപോലെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോഴാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭഗവാൻ നിത്യാനന്ദ കെയിം ഔട്ട് സൈഡ് ആൻഡ് സാറ്റ് ഓൺ ഹിസ് ബെഡ്. ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തിൻ്റെ ബെഡിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞെന്ന് ചുമ്മാ പൊതുവെ, ദാറ്റ്സ് റൈറ്റ്, ദാറ്റ് മെഡിറ്റേഷൻ. അപ്പം അങ്ങനെ പറഞ്ഞത് ആർക്ക് പോയി ചേരണോ അവരുടെ കാതിലെത്തും. അപ്പം സ്വാമി മുക്താനന്ദ ചെയ്ത മെഡിറ്റേഷനാണ് ശരി എന്ന് ഗുരു തന്നെ ശരിവെച്ച് കൊടുത്തു. ദാറ്റ് ഈസ് റിയൽ മെഡിറ്റേഷൻ, യെസ് യെസ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷന് ഒരു പൂർണ്ണത കിട്ടിയത്, ഒരു ഫുൾനെസ്, ഒരു കംപ്ലീറ്റ് ഇത് കിട്ടിയത്. അതേപോലെ അപ്പം എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എണ്ണിച്ച് കുളിച്ചിട്ട് ഇങ്ങനെ തന്നെ മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലൊക്കെ ഈ സിദ്ധറുകളുടെ എല്ലാം ഫോട്ടോസ് തൂക്കിയിട്ടേക്കും. ഇത് സ്വാമി നിത്യാനന്ദയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫോട്ടോസ് എല്ലാം തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കാല് പോലും നീട്ടത്തില്ല. എന്നുവെച്ചാൽ ഓരോ ഫോട്ടോയിലും ആ സിദ്ധൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിചാരത്തിലാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇദ്ദേഹം, ആസ് ഐ മെഡിറ്റേറ്റഡ് എവറി ഡേ, both my enthusiasm and experiences increased as if my divine spiritual journey were rapidly accelerating. അതായത് ഇങ്ങനെ മെഡിറ്റേഷൻ തുടർന്ന് ചെയ്തപ്പോഴത്തേക്ക് സ്പിരിച്വൽ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ വിചാരിച്ച് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തിനെയോ ഗുരുവിനെയോ നമുക്ക് ഒരു ഓബ്ജക്റ്റായിട്ട് എടുത്ത് അതിൻ്റെ മീതെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ശ്വാസത്തിനെ നിരീക്ഷിച്ചാലേ അതും മതി. എന്താണെന്ന് വെച്ചാൽ ശ്വാസമാണ് ഗുരു. ശ്വാസം ഒരു ഗുരുവാണ്. എന്നുവെച്ചാൽ ശ്വാസമാണ് നമുക്ക് ഡയറക്റ്റ്ലി ലിങ്ക് ടു ദ ആത്മ. ഓക്കെ, സോ ആനാപാനസതി സാധാരണ ഒരു മെഡിറ്റേഷനായിട്ട് നമ്മൾ തള്ളിക്കളയരുത്. അത് ചെയ്താണ് ആർക്ക് ബുദ്ധന് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത്. ഓക്കെ, സോ ആർക്കാർക്ക് ഏത് മനസ്സിന് ഇഷ്ടപ്പെടുന്നോ ആ ഒരു സംഗതിയിൽ നമ്മൾ നിലച്ച് നിൽക്കുവാണ്. അതിൽ നമ്മൾ ധ്യാനത്തിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം ഇതാണ് പാർട്ട് 1. അപ്പം എങ്ങനെയൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടിയേ, എങ്ങനെയൊക്കെയാണ് ഭക്തിയോട് ഇരിക്കേണ്ടത് എല്ലാം നമുക്ക് ഒരുവിധം മനസ്സിലായി വരുന്നു. ഓക്കെ, അതുമാത്രമല്ല ഇനി അടുത്തത് നമുക്ക് പാർട്ട് 2 ആണ്. പാർട്ട് 2ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 ചാപ്റ്ററുണ്ട്. 25-ൽ ചിലതൊക്കെ വലുത്, ചിലതൊക്കെ ചെറുതാണ്. ഞാനും വിചാരിച്ചു അതേ രീതിയിൽ തന്നെ പോകാം. എന്ന് വെച്ചാലേ ഒരു മഹാൻ, സ്വാമി മുക്താനന്ദയുടെ കൂട്ട് ഒരു മഹാൻ ധ്യാനം ചെയ്ത് മുക്തി കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളും അതൊക്കെ കേൾക്കുക. നമുക്ക് അത് തന്നെ ലഭിക്കണമെന്നില്ല, എന്നാലും കേട്ട് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ കൂടെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് കിട്ടുന്നത് തന്നെ ഒരു നല്ല ഒരു അറിവാണല്ലോ. അപ്പോൾ നാളെ നമുക്ക് ഇതേപോലെ കിട്ടാം. എന്നുവെച്ചാൽ ഈ മെഡിറ്റേഷൻ സമയത്ത് ഈ ബ്ലൂ ലൈറ്റ് ഇവിടെ കാണുന്നു എന്നുള്ളത് ഒട്ടുമൊത്തം ആൾക്കാരും ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരെല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹം ഇതിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം കേൾക്കാം, കേട്ട് കുറേ കൂടെ കൂടുതൽ മനസ്സിലാക്കാം. ഇതേ അനുഭവങ്ങൾ നമുക്കും വരട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ദൈവം നമുക്ക് തരട്ടെ. അപ്പം എല്ലാവർക്കും മുക്തി കിട്ടണം. ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.